പടിഞ്ഞാറൻ ഏഷ്യ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലാണ്. ഇറാനെയും ഇസ്രായേലിനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഓരോ ദിവസവും കൂടുതൽ ഭീകരമാക്കുകയാണ്. ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന തീരുമാനങ്ങളിലേക്കാണ്. എന്നാൽ അമേരിക്ക ഒരു പടി പിന്നോട്ട് പോയാലും യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറില്ലെന്ന സന്ദേശമാണ് ബെഞ്ചമിൻ നെതന്യാഹു നയിക്കുന്ന ഇസ്രായേൽ നൽകുന്നത്. ടെഹ്റാൻ ഉൾപ്പെടെ ഇറാനിലെ നഗരങ്ങൾ മിസൈൽ ആക്രമണങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഇറാനും കടുത്ത തിരിച്ചടിയുമായി മുന്നേറുകയാണ്. മിസൈലുകളും യുദ്ധവിമാനങ്ങളും മാത്രമല്ല, ലോക സാമ്പത്തിക വ്യവസ്ഥയെയും കുലുക്കുന്ന തരത്തിലാണ് ഈ സംഘർഷം വളരുന്നത്. ഈ ഏറ്റുമുട്ടൽ ഒരു സാധാരണ യുദ്ധമല്ല. പടിഞ്ഞാറൻ ഏഷ്യയെ മുഴുവനായി അഗ്നിക്കിരയാക്കാൻ ശേഷിയുള്ള ഒരു വലിയ സംഘർഷമായി ഇത് മാറുമോ എന്ന ആശങ്കയിലാണ് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങളിലേക്കാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് യുദ്ധത്തിൽ നിന്ന് ഭാഗികമായി പിന്മാറുന്നതിനെ കുറിച്ച് ചില സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ പടിഞ്ഞാറൻ ഏഷ്യയെ ചാരമാക്കാൻ ഉറച്ച് ഇസ്രായേൽ സൈന്യം മുന്നേറുകയാണ്. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെ ട്രംപ് അയഞ്ഞ മട്ടിലായിരുന്നു സംസാരം. എന്നാൽ കളം മാറ്റി ചവിട്ടാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറല്ല. അമേരിക്ക ഒന്ന് പതറിയാൽ പോലും തങ്ങൾ പിന്നോട്ടില്ലെന്ന വാശിയിലാണ് ഇസ്രായേൽ. ഇന്നലെ ഇറാനിൽ ഇസ്രായേൽ അഴിച്ചുവിട്ടത് മുൻപത്തേക്കാൾ ശക്തമായ ആക്രമണമായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ടെഹ്റാൻ നഗരം അക്ഷരാർത്ഥത്തിൽ നിന്ന് കത്തുകയാണ്. ഈ യുദ്ധവാർത്തകൾക്കിടയിലും മറ്റു ചില നടക്കുന്ന വാർത്തകൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അമേരിക്കയിലെ 10 സംസ്ഥാനങ്ങളിൽ അപ്രതീക്ഷിതമായി വീശിയടിച്ച ചുഴലിക്കാറ്റ് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇലിനോയി, ടെക്സാസ് എന്നിവിടങ്ങളിലെല്ലാം ജനങ്ങൾ ഭീതിയിലാണ്. ഇതിനിടയിലാണ് സ്വിറ്റ്സർലാൻഡിൽ നിന്നും ഒരു ദുരന്ത വാർത്ത എത്തുന്നത്. വെസ്റ്റേൺ സ്വിറ്റ്സർലാൻഡിൽ ഒരു ബസ്സിന് ആരോ ബോധപൂർവം തീയിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. 6 പേരാണ് വെന്തു മരിച്ചത്. 5 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇതൊരു ഭീകര ആക്രമണമോ എന്ന് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ലോകം അങ്ങേയറ്റം ഭയത്തോടെയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. അതേസമയം യുദ്ധം പുറത്ത് മാത്രമല്ല, ഇറാന്റെ അകത്തളങ്ങളിലും പുകയുകയാണ്. ആയത്തുള്ള ഖൊമേനിയുടെ ഭരണം അവസാനിപ്പിക്കാൻ വിമതർ തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ വന്നതോടെ ഇറാൻ ഭരണകൂടം വിറളി പിടിച്ചിരിക്കുകയാണ്. രാജ്യം ശത്രുവിനെ നേരിടുമ്പോൾ ആരെങ്കിലും തെരുവിലിറങ്ങിയാൽ അവരെ ശത്രുക്കളായി കണ്ട് കൊന്നുകളയും എന്ന ക്രൂരമായ മുന്നറിയിപ്പാണ് ഇറാൻ സൈന്യം നൽകിയിരിക്കുന്നത്. എങ്കിലും ജനങ്ങളുടെ അമർഷം അടിച്ചമർത്താൻ മിലിറ്ററി പോലീസ് കഷ്ടപ്പെടുകയാണെന്നും അമേരിക്കൻ ഇസ്രായേൽ അനുകൂല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. യുദ്ധം മുറുകുമ്പോഴും ഇറാൻ ഒട്ടും പിന്നിലല്ല. ട്രംപിന്റെ ജീവനെടുക്കാൻ ഞങ്ങൾ ഏതു നിമിഷവും തയ്യാറാണ് എന്നാണ് ഇറാന്റെ ഭീഷണി. ഈ ഭീഷണി കേട്ട് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ വലിയ ആഘോഷത്തിലാണ്. ട്രംപ് പേടിച്ചുപോയി എന്ന തരത്തിലാണ് പല പ്രമുഖ മാധ്യമങ്ങളും വാർത്ത നൽകുന്നത്. നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന കള്ള വാർത്തകൾ പ്രചരിപ്പിച്ച് ആവേശം കൊള്ളുന്ന ചിലർ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ B-2, B-1 യുദ്ധവിമാനങ്ങൾ ബ്രിട്ടനിലെ വ്യോമതാവളത്തിൽ നിന്നും പറന്നുയർന്നു കഴിഞ്ഞു. ഡെത്ത്, ഫയർ ആൻഡ് ഫ്യൂറി എന്നാണ് ട്രംപ് തന്റെ പുതിയ ആക്രമണ പദ്ധതിയെ വിശേഷിപ്പിച്ചത്. അതായത് അന്ത്യയുദ്ധത്തിന് അവർ തയ്യാറായി എന്ന് കൂടിയായിരിക്കും. അമേരിക്കയും ഇസ്രായേലും ഒട്ടും തളർന്നിട്ടില്ലെന്ന് ചുരുക്കം. യുദ്ധം കനത്തതോടെ ലോകം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നീങ്ങുകയാണ്. ഇറാന്റെ മിസൈലുകൾ UAEയിലെ അബുദാബിയിലുള്ള ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ പതിച്ചു. തീപിടുത്തം ഒഴിവാക്കാൻ ശുദ്ധീകരണശാല താൽക്കാലികമായി അടച്ചുപൂട്ടി. ഇത് എണ്ണവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. യുദ്ധത്തിന് മുൻപ് $2.9 ആയിരുന്നു എണ്ണവില. ഇപ്പോൾ $3.5 മുകളിലെത്തി. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്കയ്ക്കും ഇസ്രായേലിനൊപ്പം നിന്ന് തന്റെ രാജ്യത്തിന്റെ യുദ്ധപരിചയം ഗൾഫ് രാജ്യങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചതും ശ്രദ്ധേയമാണ്. ഈ യുദ്ധത്തിൽ ഇതിനോടകം 8 അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടതായി പെന്റഗൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 140ഓളം പട്ടാളക്കാർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഹിസ്ബുല്ലകളെ ഇല്ലാതാക്കാൻ ലെബനോനിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ 100 കണക്കിന് ആളുകളാണ് മരിക്കുന്നത്. ബെയ്റൂട്ടിലെ റംദ ഹോട്ടലിലെ നേരുണ്ടായ ആക്രമണത്തിൽ തങ്ങളുടെ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതായി ഇറാൻ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ മിസൈലുകൾ തുർക്കി അതിർത്തി കടന്ന് പതിച്ചത് പുതിയൊരു നയതന്ത്ര പ്രതിസന്ധിക്കും കാരണമായിട്ടുണ്ട്. മുസ്ലിം രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന തുർക്കിക്ക് പോലും ഇറാന്റെ നീക്കങ്ങൾ തിരിച്ചടിയായിരിക്കുകയാണ്. യുദ്ധം എന്നാണ് അവസാനിക്കുക എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുമില്ല. സമാധാന ചർച്ചകൾക്ക് റഷ്യ ശ്രമിക്കുന്നുണ്ടെങ്കിലും
ട്രംപ് ഒന്ന് പിന്നോട്ടായെന്നുണ്ടെങ്കിലും ഇസ്രയേലിനെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇറാന്റെ ഓരോ മിസൈലിനും 10 ഇരട്ടി ശക്തിയോടെയാണ് ഇസ്രയേൽ മറുപടി നൽകുന്നത്. ആകാശത്ത് തീഗോളങ്ങൾ പെയ്യുമ്പോൾ ചാരമാകുന്നത് ആയിരക്കണക്കിന് മനുഷ്യജീവനുകളാണ്. ഈ മഹാവിപത്ത് എങ്ങോട്ടാണ് ലോകത്തെ നയിക്കുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണണം. ഒരു മടക്കയാത്രയില്ലാതെ നാശത്തിലേക്കാണോ ഈ ലോകം പോകുന്നതെന്ന ഭീതിയിലാണ് ആഗോള സമൂഹം.